പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ 52-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമന്നാൾ അണയുമതിങ്കലശേഷ ദൃശ്യജാലം. പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങും ഇടം സ്വയം പ്രകാശം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമന്നാൾ അണയുമതിങ്കലശേഷ ദൃശ്യജാലം. പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ധ്വനിമയമായി, പ്രണവധ്വനി നിറഞ്ഞു തൂവി. ഗഗനം, ആത്മാകാശം. ജ്വലിക്കും, വെളിച്ചത്തിൻ്റെ നിറകടലായി ജ്വലിക്കും. അന്നാൾ അതിങ്കൽ, ഈ അനുഭവാമൃത ലഹരിയിൽ. അശേഷ ദൃശ്യജാലം, മുഴുവൻ നാമരൂപാത്മക പ്രപഞ്ചവും അണയും, കെട്ടുപോകും. പുനർ അവിടെ, പിന്നെ അവിടെ. ത്രിപുടിക്ക്, അറിവ് മൂന്നായി പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പൂർത്തി നൽകും കാരണമായേക്കാവുന്ന സ്വനവും ശബ്ദവും അടങ്ങും ഇടം, ആ ഇടം സ്വയം പ്രകാശം, സ്വയമേ പ്രകാശിക്കുന്ന നമ്മുടെ ആത്മാകാശം തന്നെയാണ്. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. പ്രണവധ്വനി നിറഞ്ഞു തൂവി ആത്മാകാശം വെളിച്ചത്തിൻ്റെ നിറകടലായി ജ്വലിക്കും. ഈ അനുഭവാമൃത ലഹരിയിൽ മുഴുവൻ നാമരൂപാത്മക പ്രപഞ്ചവും കെട്ടുപോകും. പിന്നെ അവിടെ അറിവ് മൂന്നായി പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമായേക്കാവുന്ന ശബ്ദവും അടങ്ങും. ആ ഇടം സ്വയമേ പ്രകാശിക്കുന്ന നമ്മുടെ ആത്മാകാശം തന്നെയാണ്. നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്കൊന്ന് കടക്കാം. പ്രത്യക്ഷത്തിലുള്ള അർത്ഥം പറയുകയാണെങ്കിൽ ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ രസാനുഭൂതിയും പൊലിഞ്ഞു പോകും. അനുഭൂതി സമ്പന്നനായ ഒരു യോഗിയുടെ ഹൃദയകമലത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന പ്രണവധ്വനിയെ വാക്കുകളിൽ പകർത്തി കൊടുക്കാൻ നമുക്കാർക്കും കഴിയുകയില്ല. കാരണം പ്രണവം സംഗീതത്തിൻ്റെ സംഗീതമാണ്. എന്നാൽ ആ സംഗീതം മൗനമാണു താനും. ധ്വനിയെ നമ്മൾ ശബ്ദവീചിയായിട്ടാണ് അറിയുന്നത്. ആ ശബ്ദം പുറമേ ഉള്ളതല്ല, പിന്നെയോ ആത്മഗഗനത്തിൻ്റെ സാഗര വിശാലതയിൽ ജ്വലിച്ചു നിറഞ്ഞു തൂവുകയാണ്. ഇരുളിമയുടെ ഒരു നുറുങ്ങിനു പോലും അവിടെ സ്ഥാനമില്ല. നാം അറിഞ്ഞതും അറിയാനായിരിക്കുന്നതുമായ എല്ലാ ലോകാനുഭവങ്ങളും ഈ പീയൂഷ വർഷാവലിയിൽ മുങ്ങിപ്പോകും. ഞാൻ ആനന്ദിക്കുന്നവൻ എന്നോ ഇതെല്ലാം എൻ്റെ പ്രിയ വിഷയങ്ങളെന്നോ പറയാൻ അവിടെ നാവ് പൊങ്ങുകയില്ല. അപ്പോൾ അറിവ് പിരിഞ്ഞ് ത്രിപുടികളാകുന്നത് ഒടുങ്ങും. ത്രിപുടികൾക്ക് കാരണമായിരിക്കുന്ന ശബ്ദം പ്രണവസാന്ദ്രമായ സംഗീതമായി മാറിയിരിക്കുകയാണ്. ആത്മാകാശം മുഴുവൻ സ്വയമേ വെട്ടിത്തിളങ്ങുന്നു. മൊഴി മാറാനാകാത്ത രഹസ്യം മാസ്മരികമായ ബിംബയോജനങ്ങളിലൂടെ അനാദൃശ്യമായ രചനാപാടവത്തോടെ തൃപ്പാദങ്ങൾ ഈ ശ്ലോകത്തിൽ പകർത്തി വച്ചിരിക്കുന്നു. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 52-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.